ഗുഡ് ഈവനിങ്. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് മെർക്കപ്പ് മോളിലാണ്. എന്തിനാണ് നമ്മൾ പോകുന്നത്? എൻ്റെ ഫേഷ്യൽ ഹെയർ റിമൂവലിന് വേണ്ടിയിട്ട് ലേസർ ട്രീറ്റ്മെൻ്റ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പുറകെ പറയാം. ഇപ്പം നമ്മുടെ ഊബർ നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഊബറിൽ കയറി നമുക്ക് അൽ മെർക്കപ്പ് മോളിലെത്തിയിട്ട് കാണാം. അങ്ങനെ ഞാൻ അൽ മെർക്കപ്പ് മോളിൽ എത്തിയിരിക്കുന്നു. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് എൻ്റെ സലൂൺ വരുന്നത്. അതിൻ്റെ പേര് DK എസ്തറ്റിക്സ് എന്നാണ്. ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ, ദെൻ മെസ്നൻ ആൻഡ് ദെൻ ഫസ്റ്റ് ഫ്ലോർ. യെസ്. സോ അങ്ങനെ ഞാൻ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് ഇത് ഫസ്റ്റ് ഫ്ലോർ അല്ല, മെസ്നൻ ഫ്ലോർ ആണെന്നുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ലിഫ്റ്റ് എടുത്ത് നേരെ ഫസ്റ്റ് ഫ്ലോറിൽ പോയി. അങ്ങനെ ഫൈനലി നമ്മൾ തപ്പിപ്പിടിച്ച് നമ്മുടെ DK എസ്തറ്റിക്സിൽ എത്തിയിരിക്കുന്നു. അപ്പം ഇതാണ് അവരുടെ ട്രീറ്റ്മെൻറ്റ് റൂം. ഇതാണ് അവർ യൂസ് ചെയ്യുന്ന സ്പെസിഫിക് മെഷീൻസ്. ഞാൻ റെഡിയായി ലേസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഞാൻ ഈ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ പേര് സാപ്രോനോ ടൈറ്റാനിയം ലേസർ ഹെയർ റിമൂവൽ എന്നാണ് പേര് കേട്ടോ. അത് ആക്ച്വലി ഒരു ജർമ്മൻ ടെക്നോളജിയാണ് ആ മെഷീൻ യൂസ് ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്നത്. ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ലേസർ ട്രീറ്റ്മെൻറ്റ്സിനേക്കാളും ഓൾമോസ്റ്റ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ ഒരു 90% ആ പെയിൻ റിഡക്ഷൻ ഉണ്ട് നന്നായിട്ട്. പിന്നെ അവർ പറയണത് ഓൾമോസ്റ്റ് 4 ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുത്ത് കഴിയുമ്പോഴത്തേക്കും 75% ഹെയർ റിഡക്ഷൻ ഉണ്ടാവും. പിന്നെ 6 ട്രീറ്റ്മെൻറ്റ്സ് ആയി കഴിയുമ്പോഴത്തേക്കും 85 to 95% ആണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്നാണ് പറയുന്നത്. എനിക്കിതൊന്നും അല്ല മേജർ കൺസേൺ ആയിട്ടുണ്ടായിരുന്നത്. എനിക്ക് പെയിൻ ആയിരുന്നു ലേസർ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ. ആ ഒരു സ്ട്രൈക്കിംഗ് പെയിൻ ഭയങ്കരമായിരുന്നു. പക്ഷേ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഞാൻ എവിഡൻ്റ് ആയിട്ട് പറയുവാണ് 90% എന്നല്ല, ആക്ച്വലി ഐ ക്യാൻ സേ ഈവൻ 95%. അത് റോൾ ചെയ്യുമ്പോഴത്തേക്ക് സംതിങ് ഈസ് ഹാപ്പനിങ് ഓൺ യുവർ ഫേസ്. ആ ഒരു ഫീലേ ഉള്ളൂ. അതെങ്ങനെയാണ് അവർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ ഫേസിൽ ഇവർ അപ്ലൈ ചെയ്തത് ഐസ് പ്ലസ് കൂളിംഗ് എന്ന് പറയുന്നൊരു ടെക്നിക്കാണ്. അപ്പം ഒരു ഭയങ്കര ഫ്രീസ് ആയിട്ടുള്ള ഒരു ജെല്ല് പോലത്തെ സാധനമാണ് നമ്മുടെ മുഖത്ത് അവർ അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് ഇതാണ് അവരുടെ മെഷീൻ. അത് ഉപയോഗിച്ച് നമുക്ക് ഹെയറുള്ള പോർഷനിൽ മുഴുവൻ അവരിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ചെയ്യും. ആപ്ലിക്കേറ്ററാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ വൺസ് ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിയുമ്പോഴത്തേക്കും അത് നമ്മുടെ അടുത്ത് നിന്ന് റിമൂവ് ചെയ്തിട്ട് സൺസ്ക്രീനും മോയ്സ്ചറൈസറും നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് പോരാം. അപ്പം ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ട്രീറ്റ്മെൻറ്റ്. ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല. ഇത് ആർക്കെങ്കിലും ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, പെയിൻ നിങ്ങൾക്കൊരു ഫാക്റ്റായിട്ട് തോന്നുവാണെങ്കിൽ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഹെൽപ്പായിട്ട് മാത്രം. ഇതാണ് എൻ്റെ തെറാപ്പിസ്റ്റ് കേട്ടോ ഗൈസ്. നല്ലൊരു കുട്ടിയാണ്, നേപ്പാളിയാണ്. ബട്ട് ആൾ ഭയങ്കര നല്ലൊരു കുട്ടിയാണ്. എനിവേസ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഫേഷ്യൽ ഹെയർ റിമൂവൽ ചെയ്തിട്ട് വേണം വരാനായിട്ട്. അതായത് ഷേവ് ചെയ്യണം ലിറ്ററലി പറയുകയാണെങ്കിൽ. ഇതാണ് ഗൈസ് ആ മെഷീൻ. സാപ്രോനോ ടൈറ്റാനിയം എന്നാണ് ആ മെഷീൻ്റെ പേര്. അങ്ങനെ നമ്മൾ ഹെയർ റിമൂവലൊക്കെ കഴിഞ്ഞു. ഓഫ് കോഴ്സ് മോളിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് കോഫി കുടിക്കാതെ പോകുന്നത് നടക്കുന്ന കാര്യമല്ലേ. 2 ഓപ്ഷനാണ് ഞാൻ ഓൾവേസ് കീപ്പ് ചെയ്യുന്നത് മെർക്കപ്പ് മോളിൽ വരുമ്പോഴത്തേക്കും. ഒന്നെങ്കിൽ പോള് അല്ലെങ്കിൽ സ്റ്റാർബക്സ് ആണെങ്കിൽ ഫ്രീക്വൻ്റ്ലി ഞാൻ പോകുന്നത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഐസ്ഡ് ഒരു സാധനം ഉണ്ടല്ലോ, അത് കുടിക്കാനാണ്. അല്ലെങ്കിൽ പോളിൽ പോയിട്ട് അവരുടെ അവരുടെ ഒരു ഹൈലൈറ്റ് സിഗ്നേച്ചർ ഐറ്റമായ ക്യാപ്പച്ചിനോ ഉണ്ട്. ഈ 2 ഏതെങ്കിലും ആയിരിക്കും. പിന്നെ അവിടെ എനിക്ക് ഇഷ്ടമുള്ള ഒരു ചോക്ലേറ്റ് റോൾ ചെയ്ത പോലത്തെ ഒരു സാധനമുണ്ട്. എൻ്റെ പേര് എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ ഷെൽഫിലിരിക്കുന്ന കാണുമ്പോൾ എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്തിട്ട് വരുന്ന വഴിക്കാണ് നമ്മൾ ഡൈസോ കണ്ടത്. അപ്പോൾ ഡൈസോയിൽ അവരുടെ സമ്മർ കുറേ പുതിയ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ഞാൻ അതിനകത്ത് കയറി കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് പരിധി നടന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഞാനൊന്നും എടുത്തില്ല. പിന്നെ ഒരു ഡോക്ടർ സെറ്റ് കണ്ടു, ഈനുക്കുട്ടനോടൊപ്പം മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈനുക്കുട്ടനെ ഒരു ഡോക്ടർ സെറ്റ്സ് മേടിച്ചു. ഇതൊക്കെ കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് മൂവ് ഓൺ ചെയ്യാൻ പോവുകയാണ്. അപ്പം വീണ്ടും ഞാനൊന്ന് നോക്കി എന്തെങ്കിലും മേടിക്കാനുണ്ടോ, മൂടില്ലായിരുന്നു അന്നേരം. പിന്നെ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി ഒരു കോഫി ഞാൻ ക്രേവ് ചെയ്യായിരുന്നു. കാരണം ഞാൻ ബാക്ക് ഫ്രം വർക്ക് കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കൊന്നും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പോൾ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ബിക്കോസ് ഇത് ജസ്റ്റ് എസ്കലേറ്ററിന് നിയർ ബൈ തന്നെ ആയിരുന്നുകൊണ്ട് ഈസി ആക്സസ് ആണ്. സ്റ്റാർബക്സ് എനിക്ക് കുറച്ച് നടക്കാനുണ്ട്, ബിക്കോസ് നമ്മുടെ മെർക്കപ്പ് മാളിൻ്റെ മിഡിലായിട്ടൊരു ഫൗണ്ടൻ ഉണ്ട്. ഞാനത് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. സോ ഐ തോട്ട് ഐ ഗോ ടു പോൾ. എന്താണ് ഞാൻ പോളിലെ ദ സിഗ്നേച്ചർ കാരമൽ ക്യാപ്പച്ചിനോ പറഞ്ഞത്. അതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആൽമണ്ട് കേക്ക് പോലത്തെ ഒരു സാധനമുണ്ട്. അത് അടിപൊളിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഷെൽഫ് വ്യൂ ഗൈസ്. അതിനകത്ത് ആദ്യമേ നിങ്ങൾക്ക് കാണാം ഒരു ചോക്ലേറ്റ് റോൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാൻ വരുമ്പോൾ ദാറ്റ്സ് ദ വൺ. നിങ്ങൾ ഇനി എങ്ങാനും പോളിൽ പോവുകയാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടതാണ് അത് കേട്ടോ.
അങ്ങനെ അടിപൊളി കോഫിയൊക്കെ കുടിച്ച് ഈനുക്കുട്ടനും ജെർമോനും ഉള്ള പാഴ്സലൊക്കെ എടുത്ത് ഇനി നമുക്ക് നമ്മുടെ ഊബറിൽ കയറി വീട്ടിൽ പോവാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കുട്ടി വ്ളോഗ് ഇന്നത്തെ. ടേക്ക് കെയർ, ബൈ യു ഗൈസ്.